പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലത്തിൽ നിൽക്കുന്ന, സൂക്ഷ്മ ശരീരം ഒരു ദേവിയെപ്പോലെ ദേവനെപ്പോലെ തിളങ്ങുന്ന, കണ്ണുകളിൽ നിന്ന് സ്നേഹം വഴിഞ്ഞൊഴുകുന്ന, മസ്തിഷ്കത്തിൽ ആത്മചൈതന്യം പ്രകാശിക്കുന്ന ആ ഒരു മാലാഖ പൂർണ്ണ ഭാവത്തിൽ മുന്നിലങ്ങ് വന്ന് നിൽക്കുകയാണ്. യെസ്, ഞാനതാണ്. അത് തന്നെയാണ് എനിക്ക് ആവേണ്ടത്. ഞാനത് തന്നെയാണ്. ആ ഫീലുള്ളിൽ വരുമ്പോണ്ടാവുന്ന സന്തോഷം, ഒരു പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ അതേ എനർജി, അതേ ഊർജ്ജം, അതേ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഭാവുകമായി പോയി, ഇമോഷണലായി പോവുകയാണ്. അത്തരം ആ ഫീലിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ നിങ്ങളും കാണണം. എന്താണോ നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തെ കണ്ടു നോക്കൂ. അത് കണ്ടു കഴിയുമ്പോൾ ഇത്രയും നല്ല വരദാനം തരാൻ ഭഗവാൻ അല്ലാണ്ട് ആർക്കാ സാധിക്കുക? സെക്കൻഡ് സ്റ്റേജ്, ആദ്യത്തെ ഐഡിയ ക്ലിയർ ആക്കൽ, സെക്കൻഡ് സ്റ്റേജ് അതിന് ചിത്രം കാണൽ, മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ അതിനെ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തല്ലേ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരിയായിക്കൊണ്ട് ഒരു ബബിൾ കാണുക. നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കാണില്ലേ കുട്ടികളിങ്ങനെ സോപ്പ് ബബിൾ ഇങ്ങനെ പറത്തി വിടുന്നത്? അങ്ങനെ ഒരു ബബിൾ, പ്രകാശം കൊണ്ടുണ്ടാക്കിയ ഒരു ബബിൾ, നമുക്ക് കയറി നിൽക്കാൻ വിധം വലുപ്പമുള്ളതായിരിക്കുന്ന ഒരു ബബിൾ. അങ്ങനെ നമ്മുടെ സമ്പൂർണ്ണ അവസ്ഥയിൽ ആ ബബിളിനുള്ളിലേക്ക് അങ്ങ് കയറി നിൽക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ ആ ഒരു സമ്പൂർണ്ണ സ്ഥിതി എത്രമാത്രം സക്സസ് എന്ന് വെച്ചാൽ അത് ലോകത്തിൻ്റെ മുന്നിൽ സ്റ്റാർ ആവുന്നതാണ്. അതുകൊണ്ട് ആ ബബിൾ അങ്ങനെ ഉയർന്നുയർന്നുയർന്ന് നീരാകാശത്തിന് താഴെ ഫ്ലോട്ട് ചെയ്യാണ്.